അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫറബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന്, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അത് മുറുകെ പിടിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പരിശുദ്ധമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിലെ ഒരുപാട് ദിനങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി. ശേഷിക്കുന്ന അല്പം ചില ദിനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയുണ്ടെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് അല്പം ചില ദിനങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ദിനങ്ങൾ അതിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് തന്നെ, അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത് അത് ഉപയോഗപ്പെടുത്തണേ എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാക്കി മാറ്റുന്ന അവൻ്റെ മുത്തഖികളും മുഅ്മിനുകളുമായിട്ടുള്ള അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ചേർക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഒരുപാട് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിൻ്റെ ഒരു നീണ്ട പട്ടിക നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും നമുക്കത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൈൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, വൈൻ തഅഉദു നിഅമത്തല്ലാഹ്, അള്ളാഹിൻ്റെ നിഅമത്തുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിങ്ങനെ എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്തപ്പെടുത്താൻ കഴിയൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആയിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. കേവലം അശ്രദ്ധമായി എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് അവന് ഭൂഷണമല്ല. ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞ് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്ന, അല്ലാഹു ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ നമ്മോട് ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ, നമുക്കൊക്കെ ഹിഫ്ളുള്ള സൂറത്തായിരിക്കും സൂറത്തുൽ വാഖിയ, നമ്മളൊക്കെ ഓതുന്നുണ്ടാവും. ആ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് നമ്മോട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ ആ വെള്ളത്തെ മേഘത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇറക്കിത്തന്ന നിങ്ങളാണോ അതോ നാം ആണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്. നിങ്ങൾക്ക് വെള്ളം കിട്ടിയല്ലോ, നിങ്ങൾ കുടിക്കണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നാം ഇറക്കിയതാണോ നിങ്ങൾ ഇറക്കിയതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം അല്ലാഹു പറയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ നശാഉ ജഅൽനാഹു ഉജാജ, ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഞാൻ ഉപ്പുവെള്ളാക്കി തീർക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത രൂപത്തിൽ, നിങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഉപ്പാക്കി അതിനെ തീർക്കുമായിരുന്നു. പക്ഷേ
അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മാറ്റിയില്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി, നമുക്കത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാനും കുടിക്കാനും ആ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ സൂറത്തിൽ തന്നെ മറ്റൊരു വശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ ആ കൃഷിയെ ശരിയാം വിധം സംവിധാനിച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അതിനെ വളർത്തുന്നത് നിങ്ങളാണോ അതോ നാമാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, കൃഷി ചെയ്ത് അത് വിളവെടുപ്പ് നടത്തി അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വായുവും വെള്ളവും എല്ലാം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം അള്ളാഹു പറയണ ശേഷം അവിടുന്ന് പറഞ്ഞു, ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാനത് വൈക്കോലുകളാക്കി നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഭക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ വൈക്കോല് പോലെ ഉണങ്ങിയതുപോലെ നാം ആക്കുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ ഇവിടെ സംവിധാനിച്ചു വെച്ചു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, അഫറഅയ്തുമുന്നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ, അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന വിറകാക്കിക്കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മരങ്ങളെ അതിനെ നിങ്ങളാണോ അതോ നാമാണോ ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മോട് ചോദിക്കുന്നത് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയെന്നറിയോ? എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഓർമ്മയാക്കുന്നത്, അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ ചോദിക്കുന്നത്? ആ അനുഗ്രഹങ്ങളൊക്കെ കുറിച്ച്, നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അതിനെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നമ്മൾ ജീവിതം നയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും ഇതൊന്നും നമ്മളെ കഴിവുകൊണ്ട് നമുക്ക് കിട്ടിയതല്ല. ഒരു നിമിഷം, ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ ആ ഒരു ആവാസ വ്യവസ്ഥ എല്ലാം ഒരു നിമിഷം നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അങ്ങേ ഉന്നതികൾ കൈയടക്കി എന്നൊക്കെ വാദങ്ങൾ മുഴക്കിയാലും, ആ രൂപത്തിൽ എന്തെല്ലാം പറഞ്ഞ് എത്രയോളം ഉന്നതി മനുഷ്യനെ എത്തിപ്പിടിക്കാൻ കഴിയുമോ അത്രയൊക്കെ എത്തിയാലും മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ നിഷേധിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും ഭൂമിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്കിവിടെ സംവിധാനിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. നമ്മുടെ ജീവിതം ആ രൂപത്തിൽ സംവിധാനിച്ചിട്ട് ഇത്രയേറെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി തന്നതിന് ശേഷം ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്ത് നബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായ രൂപത്തിൽ ഒരു വിരിപ്പാക്കി അല്ലെങ്കിൽ ഒരു തൊട്ടിലാക്കി നിങ്ങൾക്ക് തന്നില്ലേ? വൽ ജിബാല ഔതാദ, ഈ ഭൂമിക്ക് ഒരു ആണികളാക്കിക്കൊണ്ട് പർവ്വതങ്ങളെ സൃഷ്ടിച്ചു തന്നില്ലേ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കിക്കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചില്ലേ? വജഅൽനാ നൗമകും സുബാത, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ശാന്തിയായിക്കൊണ്ട് ഒരു സമാധാനമായിക്കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം സൃഷ്ടിച്ചു തന്നില്ലേ? വജഅൽനൽ ലൈല ലിബാസ, നിങ്ങൾ രാത്രിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്കൊരു മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വസ്ത്രമാക്കിക്കൊണ്ട്. എത്രയേ ആയത്തുകൾ നമ്മൾ കേൾക്കണം, എത്ര ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾ ഈ രൂപത്തിലെല്ലാം സംവിധാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കണം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കി തരാനാണ് മനുഷ്യൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും അല്ലാഹു ചോദിക്കുന്നത്. പല ചോദ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു വല്ലാത്ത ചോദ്യമാണ്. സൂറത്തുൽ ഖസസിൻ്റെ 71-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കണം, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി മാത്രമാണ് സംവിധാനിച്ചതെങ്കിൽ ഈ ഭൂമിയിൽ പകൽ എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ച് സംവിധാനിച്ചതെങ്കിൽ അല്ലാഹു ചോദിക്കണം, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരുന്നു തരാൻ ഏത് ഇലാഹുണ്ട് അല്ലാഹ് അല്ലാതെ? ഭൂമിയിൽ അല്ലാഹു അങ്ങനെ ആക്കിയില്ല.
രാത്രി മാത്രമാക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിലൂടെ ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും, നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കണം, അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ പകല് മാത്രമാണ് അള്ളാഹു സംവിധാനിച്ചതെങ്കിൽ, രാത്രി എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, മന്നിലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ശാന്തി അടയാൻ വേണ്ടി, നിങ്ങൾ സമാധാനം അടയാൻ വേണ്ടി നിങ്ങൾ പോകുന്ന ഒരു രാത്രി, ആ രാത്രി നിങ്ങൾക്ക് അല്ലാതെ വേറൊരു ഇലാഹ് ആരാണ് കൊണ്ടുവന്നു തരിക? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലൊക്കെ ചെയ്തിട്ട് മനുഷ്യനോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഏറ്റവും ടോപ്പ് അനുഗ്രഹം നമ്മൾ ഹിദായത്തിലായി എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ റമളാൻ വന്നിട്ട് നോമ്പെടുക്കാത്ത ആളുകളുണ്ട്. നോമ്പെടുക്കണം എന്നറിയാം, പക്ഷെ നോമ്പെടുക്കൂല. നന്മ ചെയ്യണം എന്നറിയാം, നന്മ ചെയ്യൂല. ഖുർആൻ ഓതണം എന്നറിയാം, ഖുർആൻ ഓതൂല. ആ രൂപത്തിൽ എല്ലാം അറിഞ്ഞിട്ടും അതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലൊക്കെ അതുണ്ട്. ഇനി മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ദീൻ തന്നെ വേണ്ട, അല്ലെങ്കിൽ പടച്ചോനെന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ല എന്ന് പറഞ്ഞ നിരീശ്വരവാദം, അല്ലെങ്കിൽ ലിബറലിസം, ആണ് പെണ്ണാകുന്നു, പെണ്ണ് ആണാകുന്നു, ആ രൂപത്തിലുള്ള എന്തെല്ലോ വികലവും വികൃതവുമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന ആളുകളിലുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേറൊരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ നോമ്പെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ശിർക്കും കുഫറും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബദരീങ്ങൾ ആണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതിന് പിന്നാലെ പോയി, അതിൽ ഭക്ഷണം കഴിക്കാനും അതിന് ദിക്റെല്ലാനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പോയി. ആ ബിദഅത്തിന്റെ കക്ഷികളെ അതിലെ ചില വരികളൊക്കെ ശിർക്ക് വരെ എത്തുന്ന വരികളുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിലൊന്നും നമ്മൾ പെട്ടില്ല, നമ്മളതിന് പോയില്ല. നമ്മൾ ആണ്ട് നേർച്ചയ്ക്ക് പോയില്ല, കാരണം അത് ഇസ്ലാമിലില്ല എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശിർക്കിനും ഖുറാഫാത്തിനും അത്തരത്തിലുള്ള ബിദഈ പ്രവർത്തനങ്ങൾക്കൊന്നും നമ്മൾ പോയില്ല, കാരണം അത് ശരിയല്ലാത്തതാണ്, ദീനിലില്ലാത്തതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ആ ചിന്ത ആരിട്ടെന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലിട്ടെന്നു. മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ചിന്ത, ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, അതിനുള്ള അവസരം നൽകി. ഈ രൂപത്തിൽ റമളാൻ വന്നപ്പോൾ ഇതിൻ്റെ അവസാന 10കളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും പരിശുദ്ധമായ നാളുകളിൽ ഇതുപോലുള്ള ഒരു സദസ്സിൽ വന്നിരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള താല്പര്യവും സമയവും കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന് പറയുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് ചെയ്തു തന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഹിദായത്ത് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ നേർമാർഗത്തിലാവുക എന്നൊക്കെ പറഞ്ഞ സംഭവം, ഇതുപോലെ ഒന്ന് ക്ലാസ് ഇരിക്കുക, ഈ ക്ലാസ്സിൽ കേൾക്കുക, ഈ രൂപത്തിലുള്ള ദീന് പഠിക്കാനുള്ള അവസരമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വലിയ നിഅമത്താണ്. എത്രയോ ആളുകൾ ഇത് ലഭിക്കാതെ, ആഗ്രഹം ഉണ്ടായിട്ടും ലഭിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ആ രൂപത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾ, ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മളെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് ആ രൂപത്തിലുള്ള മനസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. ഈ പള്ളിയിൽ വന്നിട്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നിഅമത്ത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത്ര വലിയ നിഅമത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ചരിത്രം വായിച്ചപ്പോൾ ഒരുപാട് കേട്ടുപോയ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൂത്താപ്പാൻ്റെ അടുക്കൽ മരണത്തിൻ്റെ സമയത്ത് വരുന്ന സന്ദർഭം നമ്മൾ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. ഹദീസ് അബൂ താലിബിൻ്റെ അടുത്ത് വന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹിൻ്റെ റസൂൽ പറയണ, അല്ലയോ എൻ്റെ മൂത്താപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ അഹജു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് താങ്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്തോളാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞാൻ പറഞ്ഞോളാം, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങളൊന്ന് തൗഹീദ് ഒന്ന് സ്വീകരിച്ചാൽ മതി എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിൻ്റെ അവസാന സമയത്ത് വന്ന് പറയുന്ന രംഗം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് അബൂ ജഹലും അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യൊക്കെ ഉണ്ട്. അവർ ചോദിച്ചു, അല്ല അബൂ താലിബ്, താങ്കൾ ഈ മില്ലത്ത് ഇബ്രാഹിമിൽ നിന്ന് അല്ലെങ്കിൽ മില്ലത്ത് അബ്ദുൽ മുത്തലിബിൽ നിന്ന് താങ്കൾ തെറ്റിപ്പോവാണോ ഈ അവസാന സമയം വന്നപ്പോൾ? എല്ലാവരും പറയണോ, നമ്മുടെ വാപ്പ ഉപ്പാപ്പന്മാരൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന നമ്മളൊരു താവഴി ഉണ്ടല്ലോ, ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തിന് ഈ അവസാന സമയപ്പോൾ നിങ്ങൾ തെറ്റിപ്പോവാണോ, നിങ്ങൾ പുത്തൻവാദികളായി പോവാണോ എന്ന് അബൂ താലിബിൻ്റെ അടുക്കൽ അബൂ ജഹലും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യൊക്കെ ചോദിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വീണ്ടും പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ, മുത്താപ്പ നിങ്ങളൊന്ന് ചെല്ലി, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, നിങ്ങൾ ആ തൗഹീദിന്റെ ആദർശം ഒന്ന് സ്വീകരിക്കുക. അവസാന സമയത്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 8-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി പരിചരിച്ച് എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അവസാനം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നോക്കി, ഹിദായത്തിലേക്ക് ക്ഷണിച്ചു നോക്കി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടായില്ല. അങ്ങനെ ആ മാർഗത്തിൽ അങ്ങ് മരണപ്പെടുന്നൊരവസ്ഥ ചരിത്രത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും, വായിച്ചെടുക്കാം. നമ്മൾ കേൾക്കാത്ത ചരിത്രമൊന്നുമല്ലത്, നമുക്ക് മനസ്സിലാവാത്ത ചരിത്രം, നമ്മൾ കേൾക്കാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന ചരിത്രമൊന്നുമല്ല, നമുക്കറിയാം. പക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എത്രമാത്രം വലിയ നിയാമത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെ മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം 950 വർഷം ദഅവത്ത് നടത്തി. ആ ദഅവത്ത് നടത്തിയിട്ട് സ്വന്തം ഭാര്യ ആ ഒരു മാർഗത്തിലേക്ക് വന്നില്ല എന്നാണ്. സ്വന്തം ഭാര്യ, അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ, കാഫിര്യങ്ങൾക്ക് ഉദാഹരണം എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞേ. ആ രൂപത്തിൽ പ്രവാചകന്റെ ഭാര്യ ആയിരുന്നിട്ട് കൂടി നിയമത്ത്, ആ ഒരു നിയമത്ത് അള്ളാഹ് കൊടുത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിനായിട്ട് പോലും, മൂത്താപ്പയായിട്ട് പോലും, എളാപ്പയായിട്ട് പോലും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിക്ക് അള്ളാഹു ആ ഹിദായത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടി, നമുക്ക് തൗഹീദ് മനസ്സിലാക്കാൻ അവസരം കിട്ടി. ഒരുപക്ഷെ ശിർക്കിലും കുഫ്റിലും ബിദഅത്തിലും ഒക്കെ നിറഞ്ഞ് ജീവിച്ച ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ആദ്യം ആ രൂപത്തിൽ ജീവിച്ചിട്ട് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധം കൊടുത്തു, ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു, പ്രമാണബദ്ധമായി അവർ ചിന്തിച്ചു, പഠിച്ചു, മനസ്സിലാക്കി, യഥാർത്ഥമായ ആദർശം മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു നേരായ മാർഗത്തിലേക്ക് അവർ കടന്നു വന്ന ആളുകളുണ്ടാവും. അവർ ചിന്തിക്കണം, ഇത് കിട്ടാത്തത്ര ആളുകൾ. അപ്പം ആ ഒരു നിഅമത്തിനെ ഒരിക്കലും വിസ്മരിക്കുന്ന ഒരു ഭാഗം, ഒരു രൂപം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ ആദർശത്തിൻ്റെ വിഷയം മാറി നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ ലോകത്ത് കൊലപാതകങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, മുസ്ലിം നാമധാരികൾ. അതുപോലെ തന്നെ ഒരുപാട് അധർമ്മങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും നമ്മളില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിലൊന്നും നമ്മളില്ല. നമ്മൾ ഈ രൂപത്തിൽ പള്ളിയിലിരുന്ന് ക്ലാസ് കേട്ട് എഴുത്തിക്കാഫ് ഇരുന്ന് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പം ആ ഒരു നിഅമത്താണ് ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ ഇതേപോലെ ക്ലാസ്സിലിരുന്ന എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുത്ത് മുന്നിലുണ്ടായിരുന്ന വ്യക്തികൾ, തെറ്റിപ്പോയ വ്യക്തി, നമുക്കറിയാം വ്യക്തികളെ. അങ്ങനത്തെ വ്യക്തികളുണ്ട്. നമ്മളെ പോലെ തന്നെ ഇതുപോലെ തന്നെ ആ രൂപത്തിൽ ഒക്കെ ജീവിച്ചിട്ട് പിന്നീട് ഒന്നിനും വരാതെ പിന്നീട് പിൻവലിഞ്ഞ് വേറെന്തൊക്കെയോ ആശയത്തിലേക്ക് പോയി മതമില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരെ എത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ ആ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുക, എൻ്റെ നാട്ടിൽ ഒരു ഹുദവിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു അഷ്കർ അലി ഹുദവി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. ആ വ്യക്തി ഇത് പറഞ്ഞ പോലെ ദീന് പഠിച്ച് ഒരുപാട് കാലം ദാറുൽ ഹുദ ക്യാമ്പസിലൊക്കെ പഠിച്ച് അവിടെ നിന്ന് ഖുർആനും ഹദീസൊക്കെ പഠിച്ച് ആ വ്യക്തി വളർന്നു വന്നു. അങ്ങനെ അവസാനം ആ വ്യക്തി ലിബറൽ ചിന്തകളിലേക്ക് പോകുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു ഹുദവിയായിരുന്നു. ആ രൂപത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നൊരു വ്യക്തിയായിരുന്നിട്ട് കൂടി ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വ്യക്തി വന്നിട്ട് ഒരു 13-14 വയസ്സൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തി വന്നിട്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിരുന്നു ഇസ്ലാമിക പ്രഭാഷണം. ആ വ്യക്തി ഒരു 23-24 വയസ്സായപ്പോൾക്ക് മതം വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയം ശരിയല്ല, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ വളരെ മോശമായി, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൻ്റെ വിഷയത്തിലൊക്കെ വളരെ മോശമായിക്കൊണ്ട് പ്രതികരിക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ നമുക്കിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ രൂപത്തിൽ തെറ്റിപ്പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഈ ഒരു നിഅമത്ത് തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന നാഥാ, ഞങ്ങളുടെ ഹൃദയം ഒന്ന് ഉറപ്പിച്ച് നിർത്തണേ. എപ്പോഴാ തെറ്റിപ്പോവുക അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴാ തെറ്റിപ്പോവാന്നറിയില്ല. അങ്ങനെ തെറ്റിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ രൂപത്തിലുള്ള വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് അത് നമ്മൾ വിസ്മരിച്ച് പോവുകയാണെങ്കിൽ വല്ലാത്തൊരു ലുലുമാണ്, വല്ലാത്തൊരു അക്രമമാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ നാളെ അതിന് നമുക്കൊരു പരാജയമായി വന്ന് ഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ ഈ ഒരു നഫ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന, ഞാനിവിടെ ഈ ഒരു സമയത്ത് വന്ന് നിൽക്കുന്ന, പ്രസംഗിക്കുന്ന എൻ്റെ ശബ്ദം, അതിനുള്ള കഴിവ്, എൻ്റെ ശ്വാസം, എൻ്റെ ഈ കൈ ചലനങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
സംവിധാനിച്ചു തന്നൊന്നും നമ്മളെ കഴിവുകൊണ്ട് കിട്ടിയല്ല. അപ്പം നമുക്കൊരു വിരലനക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് തന്നുകൊണ്ട് മാത്രമേ പറ്റൂ. ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അത് നമ്മുടെ ശരീരം മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിൽ സംവിധാനിച്ച ആ നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കണം, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നമ്മുടെ കണ്ണ്, കാത്, ബുദ്ധി 120 മില്യൺ GB തലച്ചോറിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു. നമ്മുടെ ഫോണ്, നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ 128 GB, 256 GB, 512 GB ഒക്കെ ആയിരിക്കും. 120 മില്യൺ GB സ്റ്റോറേജുള്ള തലച്ചോറ്. ആ രൂപത്തിലുള്ള ഒരുപാട് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ 7600 ലിറ്ററോളം രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ട് നമുക്കൊരു ദിവസം. 7600 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? ചിന്തിച്ചു നോക്കണം. ഇതൊക്കെ ഓരോ സെക്കൻഡും നമ്മളറിയാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആന്തരികമായ ദഹന പ്രക്രിയ വല്ലാത്ത അത്ഭുതമാണ്. ദഹന പ്രക്രിയ, ആ രൂപത്തിൽ വൃക്കകളുടെ പ്രവർത്തനം, അത് ശരീരത്തിൽ ഒരു ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ്, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല, അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ എത്രയെന്ന് മനസ്സിലാവും. അത്രയേറെ അനുഗ്രഹങ്ങൾ നേടും. എന്നിട്ട് മനുഷ്യന് ഇവിടെ ഇങ്ങനെ കിബിർ നടിക്കണം. എന്ത് അവകാശമാണ് മനുഷ്യന് കിബിർ നടിക്കാൻ? എന്ത് അഹങ്കാരത്തിന് എന്ത് അർഹതയാണ് മനുഷ്യനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളൊക്കെ ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയേക്ക് ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത, കടമ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രമാത്രം നിഅമത്തുകൾ ചെയ്ത റബ്ബിനോട് നന്ദി കാണിക്കാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നൊരു വ്യക്തി, ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ചോദിക്കാതെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവഗണിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മൈൻഡാക്കണില്ല, ആ രൂപത്തിലുള്ള ആ വ്യക്തി പറഞ്ഞ ഒന്നും നമ്മൾ കേൾക്കണില്ല, ആ രൂപത്തിൽ നമ്മൾ ജീവിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആ വ്യക്തിനോട് നമുക്ക് എത്ര ഇതുണ്ടാവും? ഒരു നിസ്സാരനായ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലോകം മുഴുവൻ സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മൾ ചോദിക്കാതെ എത്രയോ നിഅമത്തുകൾ തന്ന, നമുക്ക് ഈ കഴിവ് തന്ന, അതിനുള്ള മനസ്സ് തന്ന, ബോധം തന്ന, സമയം തന്ന, നിഅമത്തുകൾ തന്ന, അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എത്രയായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇത്രയും നിഅമത്തുകളുണ്ട്, അതുകൊണ്ട് നന്ദി കാണിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് ഒരു പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഊസീക യാ മുആദ്, അല്ലയോ മുആദ്, ഞാൻ താങ്കൾക്ക് ഒരു ഉപദേശം തരാം. എന്താണ് ഉപദേശം? ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂല അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം താങ്കൾ പറയണം, അല്ലാഹുമ്മ അഇന്നി, അല്ലാഹു എന്നെ സഹായിക്കണേ, അലാ ദിക്രിക, അല്ലാഹ് നിന്നെ ഓർക്കാൻ, നിന്നെ ദിക്ർ ചെല്ലാൻ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് എന്നെ സഹായിക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം. വ ശുക്രിക, ഈ പറഞ്ഞ നിഅമത്തുകൾക്കൊക്കെ നന്ദി ചെയ്യാനുള്ളൊരു കഴിവിന് അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം. അതുപോലെ തന്നെ വഹുസ്നി ഇബാദത്തിക, നല്ല രൂപത്തിൽ നല്ല ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവേ അതിന് നീ എന്നെ സഹായിക്കണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പതിവാക്കിയിരുന്ന, എന്നും അള്ളാഹുവിൻ്റെ റസൂല് കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മളെല്ലാവരും ഹിഫ്ളാക്കി വെക്കേണ്ട ഒരു പ്രാർത്ഥന, നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രാർത്ഥന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അത്അമന, അൽഹംദുലില്ലാ, അള്ളാഹ്ക്കാണ് സർവ്വസ്തുതിയും, എല്ലാ സ്തുതികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. എങ്ങനെയുള്ള അള്ളാഹു ആണവൻ? അത്അമന, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, വസഖാന, അവനാണ് ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളം നൽകിയത്, വകഫാന, ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ എളുപ്പമാക്കി തന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, വആവാന, ഞങ്ങൾക്ക് അഭയം നൽകിയത് അള്ളാഹുവാണ്. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി, എത്ര ആളുകളാണ് നേരാവിധം നിർഭയരായി കൊണ്ടല്ലാതെ, എളുപ്പമില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, എത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ആലോചിച്ചോളി.
നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതൊന്നും വെറുതെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ, അള്ളാഹു പറഞ്ഞ രൂപത്തിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് അതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം സുഹൃത്തുക്കൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാം ചോദിക്കും. നമ്മൾ നല്ലോണം മനസ്സിലാക്കുക, എല്ലാം ചോദിക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു കാലം അങ്ങോട്ട് അനക്കാൻ പറ്റൂല എന്ന്. അവൻ്റെ കാലം അവൻ അനക്കാൻ പറ്റൂല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിലൊന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, അൻ ഉംരിഹി ഫീമാ അഫ്നാ. അവൻ ആയുസ് കൊടുത്തു, എത്രയേറെ കാലം ഭൂമിയിൽ അവന് ജീവിച്ചു, 50, 60, 70 വയസ്സ് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുത്തു. അതൊക്കെ എന്തിൽ അവന് ചെലവഴിച്ചു, അള്ളാഹിൻ്റെ മാർഗത്തിൽ എത്ര ആയുസ് അവന് കൊടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ പിന്നെ പറഞ്ഞു, വഅൻ ഇൽമിഹി ഫീമ ഫഅല. ഒരുപാട് അറിവ് കിട്ടിയിരുന്നു, ഒരുപാട് ഖുതുബ കേട്ടിരുന്നു, ക്ലാസ് കേട്ടിരുന്നു, ഇത്തരം ദീനിയായ സദസ്സിലൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ എത്രമാത്രം അത് ജീവിതത്തിൽ അവന് പകർത്തി, അതെല്ലാം അവൻ എത്രമാത്രം ഉപകാരപ്പെടുത്തുന്നതാക്കി അവൻ മാറ്റി, ആ രൂപത്തിൽ അവന് ജീവിതം നയിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. സമ്പത്ത് അവന് കൊടുത്തു, ഒരുപാട് സമ്പത്ത് അവന് കൊടുത്തു, ധനം കൊടുത്തു, ഭൂമിയിൽ പൈസക്കാരനായിക്കൊണ്ട് അവൻ ജീവിച്ച് എവിടെന്നാ പൈസ അവൻ എടുത്തു, എങ്ങനെ സമ്പാദിച്ചു, ഹറാമായ രൂപത്തിലാണോ സമ്പാദിച്ചത്, ഹലാലായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലാണോ സമ്പാദിച്ചത് എന്ന് അള്ളാഹ് ചോദിക്കുമെന്നാണ്. മാത്രമല്ല ഫീമാ അൻഫഖഹു, അവൻ എവിടെ അത് ചെലവഴിച്ചു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അതുപോലെ തന്നെ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, അവന് നല്ലൊരു ശരീരം കൊടുത്തിരുന്നു, എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിനും ശക്തിയുള്ള, ആരോഗ്യമുള്ള ഒരു ശരീരം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എന്തിലത് ചെലവഴിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ കാലനക്കാൻ കഴിയില്ല എന്ന സുഹൃത്തുക്കളെ. അത്രയേറെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പരാതി എന്നാലൊന്നും തീരൂല. നമുക്കെന്നും പരാതിയാണ്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ ആയില്ലല്ലോ, അവർക്കൊക്കെ അങ്ങനെയല്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, മൻ അസ്ബഹ മിൻകും ആമിനം ഫീ സിർബിഹി, കുടുംബത്തിൽ അവൻ സമാധാനത്തോടു കൂടി അവൻ ജീവിക്കുകയാണെങ്കിൽ, അവൻ്റെ വീടുകളിൽ നിർഭയനായി കൊണ്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ അവൻ ആരോഗ്യവാനായിക്കൊണ്ടാണ് അവൻ ജീവിച്ചതെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അവൻ്റെ ദിവസത്തിൽ അവന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഇന്നത്തെ ദിവസത്തേക്ക് അവനുണ്ട്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, എന്താ പറഞ്ഞതെന്ന് അറിയാം അല്ലാഹുവിൻ്റെ റസൂല്, ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെ എന്നാ. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ, ഇന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവൻ്റെ അടുത്തുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിൽ സമാധാനമാണ്, അവന് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കറിയാം യുദ്ധത്തിൻ്റെ ഭീതികൾ നമ്മൾ ഒരുപാട് കേട്ടു, നമുക്ക് ആ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ യുദ്ധം നടക്കണില്ല, അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെ താഴെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കുക. നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക പൈസക്കാരായ ആൾക്കാരെടുത്ത് നോക്കും. നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും പവറുള്ള ആൾക്കാരെ മേത്തേക്ക് നോക്കും. നമുക്ക് ഒരു സാമാന്യം നല്ല രൂപത്തിൽ പോകാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കും. അങ്ങനെയല്ല അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിലേക്ക് താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലേക്കുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. അപ്പോൾ തന്നെ നിഅമത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലാഹ് നമുക്ക് ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദുൽമ ചെയ്തിട്ട് ഇനിയും ജീവിക്കണമെങ്കിൽ, ഒരു പരിശുദ്ധ റമളാനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനുഷ്യന് കൊടുക്കുന്ന വേറൊരു അനുഗ്രഹമാണ് റമളാൻ വീണ്ടും കൊടുക്കുക ജീവിതത്തിൽ. കഴിഞ്ഞ റമളാനിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ റമളാൻ വന്നപ്പോൾ ഇല്ല, പക്ഷെ നമ്മൾ ഈ റമളാനിലുണ്ട്. ആ റമളാൻ്റെ 10 ദിനങ്ങൾ കഴിഞ്ഞപ്പം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ പോയ ആൾ കൂട്ടത്തിലും നമ്മളില്ല. അതിൻ്റെ ബാക്കി ദിനങ്ങൾ കടന്നു പോയപ്പോഴും അതിലും നമ്മളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ രൂപത്തിൽ പരിശുദ്ധ റമളാനും കിട്ടിയിട്ട് ഇനിയും റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ട തഖ്വ ജീവിതത്തിൽ നേടാൻ പറ്റിയില്ല, പിന്നെ എപ്പോഴാണ് നമ്മൾ നേടുക? റമളാൻ്റെ പകുതിയിലധികം കഴിഞ്ഞുപോയി.
ഇനി ആകെ അല്പം ദിനങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അതിലും നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല. ഖുർആന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. സ്വതക്കയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വന്നു. പള്ളി ഉണ്ടായിരുന്നു, മദ്രസ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളൊക്കെ സ്വതക്ക കൊടുക്കാനൊക്കെ വന്നിട്ടും അതിങ്ങനെ ഇനി പിന്നെ ആക്കാം, അല്ലെങ്കിൽ ഇനി പൈസ ഉണ്ടാകുമ്പോൾ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെച്ച് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റപ്പെടുത്തിയിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുനിന്ന് വിളിക്കുക. അപ്പം ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, സമയം വന്ന ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളി വന്നാൽ പിന്നെ ഈ കർമ്മവേദിയിൽ നിന്ന് വിട പറയേണ്ട സമയം വന്നാൽ പിന്നെ ഖേദിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി അംഗീകരിച്ച് അതിന് നന്ദി ചെയ്യാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രിയും വിശപ്പ് കാരണം ഇങ്ങനെ പുറത്തിറങ്ങി വീടിൻ്റെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ മഹാന്മാരായ സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹും അവിടെ അതുപോലെ തന്നെ പുറത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതിഹിമാ, എന്തെങ്കിലും ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കണം, എന്താണ് ഈ രാത്രിയിൽ നിങ്ങൾ എന്താണ് പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നവരോട് ചോദിച്ചപ്പോൾ അവർ മറുപടി പറയാൻ അൽജൂ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ വിശപ്പാണ്, ഒന്നും കിട്ടിയിട്ടില്ല, ഭക്ഷിക്കാൻ ഒന്നും ലഭിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ റസൂലെ വിശപ്പാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ് എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഞാനും ആ രൂപത്തിൽ ഇറങ്ങിയതാണ്. എന്നവർ പോയിട്ട് ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ സഹാബീൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ സഹാബി അവിടെ ഇല്ല. അങ്ങനെ ആ സഹാബിയുടെ ഭാര്യ ഇവരെ സ്വീകരിച്ചിരുത്തി. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഹാബി, അൻസാരിയായ സഹാബി വീട്ടിലേക്ക് വന്നു. ഈ അതിഥികളെ കണ്ടപ്പോൾ സഹാബിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം മഹാന്മാരായ അതിഥികളാണ്, അള്ളാഹിൻ്റെ റസൂലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനുയായികളുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അവർ അല്പം കാരക്കകളൊക്കെ കൊണ്ടുവന്ന് അവരുടെ തോട്ടത്തിൽ നിന്ന് കാരക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അള്ളാഹിൻ്റെ റസൂലിനും. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. അങ്ങനെ പിന്നീട് പുറത്തു പോയി ഒരു ആടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനും ഈ സഹാബികൾക്കും ഈ അൻസാരിയായ സഹാബി അവർ വിതരണം ചെയ്യുന്ന ചരിത്രം നമുക്ക് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സംഭവത്തിന് ശേഷം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, വല്ലാഹി, അള്ളാഹാണ് സത്യം, വല്ലദീ നഫ്സി ബിയദി, അങ്ങനെയാണ് ഹദീസിലുള്ളത്, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലതുസ്അലുന്ന അൻ ഹാദ നഈമി യൗമൽ ഖിയാമ. നിങ്ങളിപ്പോൾ ഈ വിശപ്പ് സഹിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങി, ആ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടി, വയറ് നിറച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടി, എന്നിട്ട് നിങ്ങളിപ്പോൾ വയറ് നിറച്ചവനായിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം ചോദ്യം തന്നെ ചെയ്യും വല്ലാഹി എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭക്ഷണം കിട്ടിയ വിഷയത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആയത്ത് എത്രയോ വട്ടം നമ്മൾ പാരായണം ചെയ്തു, എത്രയോ വട്ടം ആയത്ത് പാരായണം ചെയ്തു. നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ അനുഗ്രഹം, അതുപോലെ തന്നെ നമ്മൾ അശ്രദ്ധരായി പോകുന്ന മറ്റൊരു അനുഗ്രഹം നമ്മുടെ ഒഴിവ് സമയമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അള്ളാൻ്റെ. എന്താണ്? മനുഷ്യന്മാർ മുഴുവൻ അതിലധികവും അശ്രദ്ധരായിരിക്കും. എന്താണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹതു, ആരോഗ്യമാണ്, വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. അപ്പോൾ ആ ഒഴിവ് സമയം അള്ളാഹ് എന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ അള്ളാഹിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാക്കി അത് നമ്മൾ മാറ്റണം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആലോചിച്ച് അത് അംഗീകരിച്ച് അതിന് ശുക്ർ ചെയ്യുന്ന നല്ലവരായ ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. പരിശുദ്ധ റമളാൻ കൊണ്ട് തഖ്വ നേടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ ആ ഒരു തഖ്വ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ റമളാൻ കൊണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇല്ല എങ്കിൽ ഇനിയുള്ള ദിവനങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിശുദ്ധ റമളാൻ കാരണമായിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തതിൻ്റെ പേരിലൊക്കെ
നല്ല രൂപത്തിൽ അവരുടെ നല്ലവരായ അടിമകളായി ജീവിച്ചതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വർദ്ധിച്ചു വരുന്ന പല രൂപത്തിലുള്ള ദുനിയാവിൻ്റെ ഫിത്നകൾ, പല രൂപത്തിൽ മതനിഷേധം, ആ രൂപത്തിലുള്ള മതനിരാസം, ലിബറൽ ചിന്താഗതികൾ പോലുള്ള ഒരുപാട് പല രൂപത്തിലുള്ള ഫിത്നകൾ ദുനിയാവിൽ വർദ്ധിച്ചു വരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഫിത്നകളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമുക്കൊക്കെ ദീനിൻ്റെ ആദ്യാക്ഷരങ്ങളൊക്കെ പകർന്ന് നമ്മുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.